നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഭാഗ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം വരും എന്ന് തന്നെ ഞാൻ അവകാശപ്പെടുന്നു. അത് ചെക്ക് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചുറ്റിലും നോക്കുക. ചുറ്റിലും നടക്കുന്ന സംഭവങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭാഗ്യമൊന്നും വന്നില്ലെങ്കിലും ഒരു 48 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള സംഭവം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, ഒരു 2 മാസം നിങ്ങൾ ചെക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്തിട്ട് ഒരു 2 മാസത്തിനുള്ളിൽ എന്തെങ്കിലും നല്ല ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ തുടരുക, അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ. അപ്പോൾ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ ഭാഗ്യം ചാനലുമായിട്ട് സൗഹൃദത്തിലായാൽ തീർച്ചയായിട്ടും ഭാഗ്യ അനുഭവങ്ങൾ നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു. എനിവേ, ഇപ്പോൾ ഞാൻ ഇതിനകത്ത് പൊതുവെ പറയുന്നത്, ഭാഗ്യ ചാനലിൽ പൊതുവെ പറയുന്നത് ഭാഗ്യം വർദ്ധിക്കാൻ വേണ്ടിയുള്ള ടിപ്പുകളാണ്. ഓക്കെ. അത് 1ഉം 2ഉം അല്ല, ആയിരക്കണക്കിനല്ല, 10,000-കണക്കിന് എനിക്ക് പറയാനുണ്ട്. പക്ഷേ എല്ലാം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ. അപ്പോൾ ഒരു 10 മിനിറ്റുള്ള വീഡിയോസായിട്ട് എല്ലാ ദിവസവും ഞാൻ ഭാഗ്യം ചാനലിൽ ടിപ്പുകൾ എടുക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കാരണം ഈ മറ്റ് വീഡിയോസ് ഇപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഏകദേശം ഇത് 4ാമത്തെ വീഡിയോ ആണ് ഭാഗ്യം ചാനലിൽ. മറ്റ് വീഡിയോകളും നിങ്ങൾ കാണുക. ഓക്കെ. കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇത് എന്താ പറയുക, ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയും ചെയ്യുക. ഓക്കെ. അത് കൂടാതെ നിങ്ങളുടെ പേരും പറ്റുമെങ്കിൽ നക്ഷത്രവും സ്ഥലവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 2 മാസം ഒന്ന് ട്രൈ ചെയ്യും. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഭാഗ്യങ്ങളുടെ പെരുമഴ. അതായത് നഷ്ടപ്പെടുവാൻ നിങ്ങൾക്കുള്ളത് നിർഭാഗ്യങ്ങൾ മാത്രം. ഓക്കെ. കിട്ടാനുള്ളത് ഭാഗ്യങ്ങളുടെ പെരുമഴ. ഈ പെരുമഴയൊക്കെ ഒരു 10 മിനിറ്റ് കൂടുതലൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം വരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ 10 മിനിറ്റായിട്ട് കഴിവതും വീഡിയോകളെല്ലാം ഒതുക്കുന്നത്. പക്ഷേ എനിക്ക് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, ഇനി പറയാനേറെയുണ്ട്. അതായത് പറഞ്ഞതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാനുണ്ട്. അതായത് ഏകദേശം 10,000-ത്തിലധികം ടിപ്പുകൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഞാനിത് പങ്കുവെക്കുന്നത് എൻ്റെ 64 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് എനിക്ക് നേരിട്ട് അനുഭവമുള്ള, ഉറപ്പിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 10-25 വയസ്സുള്ള ഒരു ആളുമായിട്ട് കൂട്ടുകൂടിയാൽ അയാൾക്ക് 25 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒക്കുള്ളൂ. അതേസമയം ഞാനുമായിട്ട് കൂട്ടുകൂടിയാൽ, എന്നെ പോലെയുള്ള കിളവന്മാരുമായിട്ട് കൂട്ടുകൂടിയാൽ 60-65 വർഷത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും ഞങ്ങൾ പറഞ്ഞു തരുന്നെങ്കിൽ നിങ്ങൾ കേൾക്കാം. ഓക്കെ. എല്ലാവരും അങ്ങനെ പറഞ്ഞു തരത്തില്ല. എന്തായാലും ഞാൻ തുറന്ന മനസ്ഥിതിക്കാരാണ്. നിഷ്കളങ്കമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നു. സൗകര്യമുള്ളവരൊക്കെ അംഗീകരിക്കുക, നമ്മളുമായിട്ട് കൂട്ടുകൂടാം. അപ്പോൾ സംഭവം ഇന്ന് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് സെക്സ്, അതായത് ലൈംഗിക ജീവിതം. നമ്മൾ ലൈംഗിക പ്രക്രിയയിൽ ഏർപ്പെട്ടാൽ ഭാഗ്യം കുറയുമോ? ഓക്കെ. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ സെക്സ് ചെയ്യുമ്പോൾ പുരുഷന്മാരുടെ ശരീരത്തിൽ നിന്ന് ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നും പലതരത്തിലുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇതെല്ലാം തന്നെ ജീവൻ്റെ ഭാഗങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബീജം,
ഒരു ബീജമല്ല ഒരു സെമനകത്തുള്ളത്, ലക്ഷക്കണക്കിന് ബീജങ്ങൾ അതിലുണ്ട്. അതിൽ ഒന്നോ രണ്ടോ ഒക്കെ ആയിരിക്കും സ്ത്രീയുടെ അണ്ഡവുമായിട്ട് യോജിക്കുന്നത്, ബാക്കിയെല്ലാം മരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതേസമയം നമ്മൾ കുട്ടികൾ വേണ്ട എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ഈ നിരോധ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമ്മളത് ശുക്ലം നമ്മൾ ഉപേക്ഷിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നു, സ്വയംഭോഗം ചെയ്യുന്നു. അപ്പോഴും ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 100% ഇല്ലാതാവുന്നു, നശിക്കപ്പെടുന്നു, മരിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കാം. അതായത് സെക്സ് നമ്മൾ കുട്ടികളെ ജനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ലാതെ നമ്മൾ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ബീജങ്ങളെല്ലാം തന്നെ നശിക്കുന്നു, മരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു ശവം കിടക്കുന്നു, ഓക്കെ, അത് നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഇത് ഇടാനുള്ളൊരു ഇൻസ്പിറേഷൻ എനിക്ക് വന്നത്, കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിന് തൊട്ടടുത്തുള്ളൊരു സ്ത്രീ മരിച്ചു. അപ്പോൾ നെഗറ്റീവ് എനർജിയാണ് ഈ ഡെഡ് ബോഡി ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അതിനകത്ത് ആരും തർക്കിക്കണ്ട. അപ്പോൾ ബീജങ്ങളും മരിക്കുന്നു. ഓക്കെ, ബീജങ്ങൾ മരിക്കുമ്പോൾ അത് ശവമാവുന്നു, അത് നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് സെക്സ് പാടില്ല എന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. സെക്സ് ആസ്വദിക്കാനും വേണ്ടി നമുക്ക് സെക്സിൽ ഏർപ്പെടാം, അല്ലാതെ കുട്ടികൾ ജനിക്കാൻ വേണ്ടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ബീജങ്ങൾ നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജി ഉണ്ടാവുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 7 മിനിറ്റായി. അപ്പോൾ ഞാൻ പറയുന്നു, നമ്മൾ കഴിവതും സെക്സ് അവഗണിക്കുക, ഒഴിവാക്കുക. തീരെ പാടില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നിങ്ങളത് കേൾക്കത്തുമില്ല. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. സെക്സിൽ ഏർപ്പെടുമ്പോൾ പുരുഷൻ്റെയും സ്ത്രീയുടെയും ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവൻ്റെ അംശങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു വരുമ്പോൾ ശവങ്ങളാവുന്നു. തീർച്ചയായിട്ടും ഈ ശവങ്ങൾ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് എൻ്റെ ഒരു നിർദ്ദേശം ഇതാണ്, സെക്സ് കഴിവതും ഒഴിവാക്കുക. ഓക്കെ, പിന്നെ വേറെ 1-2 ടിപ്പുകൾ ചറവറ പറയാം. ഇപ്പോൾ ഏകദേശം 8 മിനിറ്റേ ആയിട്ടുള്ളൂ. ഓക്കെ, 2 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്. 2 മിനിറ്റിനുള്ളിൽ വേറൊരു ടിപ്പ് പറയാം. ഞാൻ പേഴ്സ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് തോന്നിയ ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. അതായത് നാണയങ്ങൾ. ഓക്കെ, നാണയങ്ങൾ ഞാനത് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മൾ കഴിവതും ഈ വലിയ നോട്ടുകൾ കയ്യിൽ വെച്ചിട്ട് ചില്ലറകളെ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. കഴിവതും ചില്ലറയ്ക്ക് വേണ്ടി നമ്മൾ ഓടി നടക്കേണ്ടി വരും. പക്ഷേ എൻ്റെ അനുഭവം ഞാൻ പറയാം, ചില്ലറയ്ക്ക് വേണ്ടി എനിക്ക് ഓടി നടക്കേണ്ടി വരാറില്ല. ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നതായത് നാണയത്തുട്ടുകൾ തൊട്ട് ഇപ്പോൾ 200 രൂപ നമുക്ക് ബില്ല് വരികയാണെങ്കിൽ 500 നോട്ട് കൊടുത്ത് ചില്ലറ മേടിക്കുന്നതിന് പകരം ചെറിയ നാണയത്തുട്ടുകൾ തൊട്ട് 10 രൂപ 20 രൂപ അതെല്ലാം ആ ചില്ലറ നമ്മൾ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അതിൻ്റെ വേറൊരു വേർഷനാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതായത് നാണയത്തുട്ടുകൾ പൊതുവെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇട്ട് വെച്ചേക്കും. ഓക്കെ, അത് ഒഴിവാക്കുക. ഓക്കെ, നാണയത്തുട്ടുകൾ ഇപ്പോൾ രാവിലെ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നാണയത്തുട്ടുകളെല്ലാം എടുക്കുക.
നാണയത്തുട്ടുകൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല. നിങ്ങൾ പരീക്ഷിച്ച് നോക്കും. നാണയത്തുട്ടുകൾ ഫുള്ള് പോക്കറ്റിലിടാം. എന്നിട്ട് ചില്ലറ വേണ്ട സമയത്തെല്ലാം ഈ നാണയത്തുട്ടുകൾ ആദ്യം എടുക്കുക, അത് ഡിസ്പോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വഞ്ചിയിൽ നാണയത്തുട്ടുകൾ ഇടുമല്ലോ. ഞാൻ പറയുന്ന ടിപ്പ്, നിങ്ങൾ വഞ്ചിയിൽ ഏറ്റവും വലിയ നോട്ട് ഇടാൻ പറ്റുന്നെങ്കിൽ മാത്രം വഞ്ചി ഉപയോഗിക്കുക, അല്ലെങ്കിൽ കഴിവതും ഒഴിവാക്കുക. കാരണം നാണയത്തുട്ടുകൾ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നാണയത്തുട്ടുകളെ മാത്രമേ ആകർഷിക്കുകയുള്ളൂ. അതാണ് ഞാൻ പറയുന്ന കാരണം. അതുകൊണ്ട് കഴിവതും നമ്മൾ നാണയം വീട്ടിലോ പേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിവതും ആദ്യം ഡിസ്പോസ് ചെയ്യുക. പിന്നെ വഞ്ചിയിലിടാം. ഐ മീൻ അമ്പലത്തിൽ അല്ലെങ്കിൽ പള്ളികളിൽ വഞ്ചിയിലിടാം. ഓക്കെ. ഇപ്പോൾ ഇന്ന് തന്നെ രാവിലെ ഞാൻ നാണയത്തൊട്ട് നോക്കിയപ്പോൾ 5 രൂപയുടെ ഒരു നാണയവും 1 രൂപയുടെ ഒരു നാണയമുണ്ട്. അത് ഞാൻ പോക്കറ്റിൽ ഇട്ടിട്ട് ഗണപതി അമ്പലത്തിൽ പോയപ്പോൾ വഞ്ചിയിലിട്ടു. ഇപ്പോൾ എൻ്റെ കയ്യിൽ നാണയങ്ങളൊന്നുമില്ല. വലിയ നോട്ടുകളുണ്ട്, ചെറിയ നോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറിയ നാണയത്തുട്ടുകളും ചെറിയ നോട്ടുകളും 10 രൂപയുടെയും മറ്റുമൊക്കെ നോട്ടുകളൊക്കെ കഴിവതും ഡിസ്പോസ് ചെയ്യുക. വലിയ നോട്ടുകൾ നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റുണ്ട്. അതായത് കഴിവതും നമ്മൾ ഒരു ദിവസം രാവിലെ ആദ്യമേ ഇറങ്ങി 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് പോയി നമുക്ക് എവിടെന്നെങ്കിലും പണം കിട്ടുന്നെങ്കിൽ ഓക്കെ. പക്ഷെ അതിന് മുമ്പ് നമുക്ക് പണം കിട്ടുന്നതിന് മുമ്പ് കഴിവതും നമ്മൾ രാവിലെ തന്നെ പോയി എന്തെങ്കിലും പർച്ചേസ് ചെയ്യരുത്. അതുപോലെ തന്നെ പേയ്മെൻ്റൊന്നും കഴിവതും ചെയ്യരുത്. ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം നമ്മൾ പേയ്മെൻറ്റുകൾ ചെയ്യുക. കഴിവതും രാവിലെ പേയ്മെൻറ്റുകളൊന്നും ചെയ്യരുത്. തിരുമേനിമാർക്ക് ദക്ഷിണയൊക്കെ കൊടുക്കാം നമുക്ക്, ഓക്കെ, അത് നമുക്ക് ഒഴിവാക്കാൻ ഒക്കില്ല. പക്ഷേ എങ്കിലും കഴിവതും ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് കഴിവതും ട്രാൻസാക്ഷൻസ് ഒഴിവാക്കുക. നമ്മൾ കൊടുക്കരുത്. വല്ലതും തരുന്നെങ്കിൽ വാങ്ങിക്കുക, ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 12 മിനിറ്റ് കഴിയുന്നു. അതുകൊണ്ട് മാത്രം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വേറൊരു 10 മിനിറ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് നിർഭാഗ്യങ്ങൾ മാത്രം. ഭാഗ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് സൗഭാഗ്യങ്ങളുടെ പെരുമഴ തന്നെയായിരിക്കും. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.